വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല നിങ്ങൾ ഈ വോയിസ് കേട്ടല്ലോ. ഇനി ഇതും യൂട്യൂബേഴ്സ് കൊണ്ടുവന്ന് തന്നതാന്ന് പറയരുത്. ഇത് ചാനലുകൾ മൊത്തം കടന്ന് ഓടുന്നുണ്ട്. പിഷാരടിയും ഈ പറയുന്ന ശ്വേതാമേനോനും തമ്മിലുള്ള ഒരു പേഴ്സണൽ സംസാരമാണ്. ഇതെങ്ങനെ പുറത്തു വന്നു? ഇത് ഏതെങ്കിലും യൂട്യൂബേഴ്സ് പോയിട്ട് ആരോടെന്നെങ്കിലും വാങ്ങിച്ച് എടുത്തിട്ടിട്ട് യൂട്യൂബേഴ്സ് പറഞ്ഞതാണോ? അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആണോ ഇത് റിലീസ് ചെയ്തത്? അല്ല, ചാനൽ മൊത്തം ഇതിപ്പോ ഓടുന്നുണ്ട്. കാരണം ഇത് ഇവരുടെ അകത്തുനിന്ന് തന്നെ ഉള്ളവർ ഇത് പുറത്തു വിടുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ ഈ സംസാരിച്ചവർ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെ കയ്യിലോ ഈ വോയിസ് എത്തിയിട്ടുണ്ട്, ആ വോയിസ് വെളിയിൽ വിടുന്നു എന്നുള്ളതാണ്. ഇതാരും യൂട്യൂബേഴ്സോ ആരെങ്കിലും പോയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ വോയിസ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ആരും വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ല. ഞാൻ ഈ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ രംഗത്തിലോട്ടാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് കയറുന്നത്. കാരണം എന്താ, ഇവരാണ് ഈ അമ്മയിലെ വിഷയങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന ആരാണ്? ഈ അമ്മ സംഘടനയിലുള്ളവരാണ്. അല്ലാതെ ഈ യൂട്യൂബേഴ്സ് പോയിട്ട് അമ്മയെ സംഘടനയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവരുണ്ടാക്കി, അല്ലെങ്കിൽ അവരൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് അവരാരും കൊണ്ടുവന്നിട്ടതൊന്നുമല്ല. ഇത് അമ്മയിൽ നടന്ന വിഷയങ്ങൾ, അമ്മയ്ക്കകത്തുണ്ടായിരുന്ന ഇവരുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ അവരുടെ ചക്രത്തിപ്പോര് കാരണം അവർ വെളിയിൽ വിട്ട എടുത്ത് നമ്മൾ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാം റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് പലർക്കും ഇഷ്ടപ്പെടത്തില്ല. അവരെല്ലാം കൂടെ യൂട്യൂബേഴ്സിന്റെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. മറ്റാരുമല്ല, ഈ പറയുന്ന ഈ അമ്മ സംഘടനയിലെ ആൾക്കാർ തന്നെ. ഇവർ വിചാരിക്കുന്ന വലിയൊരു വാതകം ചെയ്തത് ഈ യൂട്യൂബേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് സംസാരം എല്ലാം കേട്ട് കഴിഞ്ഞാൽ. എന്താന്ന് വെച്ചാൽ, ഈ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊക്കെ എതിരെ ഇനി റിയാക്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ സംഘടനയിലെ വിഷയങ്ങളൊന്നും എടുത്ത് റിയാക്ട് ചെയ്യരുത് എന്നൊക്കെ ഒരു പരാതിയെ പോലെ എന്ന രീതിയിൽ മന്ത്രിമാർക്കോ ആരൊക്കെയോ വലിയ വലിയ മഹാനടന്മാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് എന്റെ അഭിപ്രായങ്ങളാണ്. അല്ലാതെ ഞാൻ പോയിട്ട് ഇവരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ അമ്മ സംഘടനയുടെ ഓഫീസിനകത്ത് നിന്നോ ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഇവരായിട്ട് ഈ ചാനലുകൾ മൊത്തവും നിറഞ്ഞാടുന്ന, അല്ലെങ്കിൽ ചാനലുകൾ മൊത്തവും നിറഞ്ഞാണ് ഇവരുടെ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെടുത്ത് നമ്മളൊന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ആണ് കുറ്റക്കാർ. ചാനലുകാരൊന്നുമല്ല, യൂട്യൂബേഴ്സ് ആണ് കുറ്റക്കാർ. നിങ്ങൾ ഇതിനുള്ള മറുപടി നിങ്ങൾ പറയുക. നമ്മളാരും അവരുടെ അമ്മയുടെ ഓഫീസിൽ പോയി ഇഷ്യൂ ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. പിന്നെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇഷ്യൂകൾ വരുമ്പോൾ നമ്മൾ നമ്മളുടെ അഭിപ്രായങ്ങൾ അതിൽ പറയും. അല്ലാതെ നമ്മൾ പോയി ഉണ്ടായിക്കൊണ്ട് വരുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പൊ ഇതിന് മുന്നേ ഒരു വോയിസ് കേട്ടു. പിഷാരടിയും ശ്വേതയും തമ്മിൽ പേഴ്സണലായിട്ട് സംസാരിച്ച കാര്യമാണ്. ഈ പേഴ്സണലായിട്ട് സംസാരിച്ച കാര്യം അതിനകത്ത് നിന്നുമാണ് ലീക്ക് ആയിരിക്കുന്നത്. ഇത് ഒന്നിൽ പിഷാരടി വെളിവിടണം, അല്ലെങ്കിൽ ശ്വേതാമനം വെളിവിടണം. ഈ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടായിരിക്കണം അല്ലെങ്കിൽ ഇത് എടുക്കുന്നത്. ഹാക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇവർ രണ്ടുപേരും കൊണ്ട് പരാതി കൊടുക്കണം. ഈ പറഞ്ഞ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് ഞങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു, ഇങ്ങനെയുള്ള വോയിസ് വെളിയിൽ വന്നിരിക്കുന്നതെന്ന് ഇവർ തന്നെ പറയണം. ഏതായാലും നിങ്ങൾ ആ വോയിസ് കേട്ടല്ലോ, അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ പേഴ്സണൽ ടോക്ക് വെളിയിൽ വന്നു കഴിഞ്ഞ് നമ്മൾ അതിനെ കുറിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പാതകം. എനിക്ക് ഇതിനകത്ത് റിയാക്ട് ചെയ്യാനൊന്നും ഇല്ല. കാരണം ഞാനിതൊരു കാരണമായി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ ആരും അല്ല ഇത് കൊണ്ടുവരുന്നത്, ഇവരുടെ അകത്തുനിന്ന് തന്നെയാണ് സാധനങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മലാപാർവതി വന്ന് കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന ചാനലുകൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞിരുന്നു. അതും നമ്മളാരും പറയിച്ചതല്ല, മലാപാർവതി തന്നെ പറഞ്ഞത്. മലാപാർവതി ആരാണ്? ഈ പറയുന്ന സംഘടനയിലെ ഒരു അംഗമാണ്. ഈ AMM എന്ന് പറയുന്ന സംഘടന ഒരു അംഗമാണ്. ഈ അംഗം തന്നെയാണ് മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അൻസിബ ഹസൻ, അതുപോലെ ഉഷ ഹസീന, ഇവരെല്ലാം അമ്മ സംഘടനയിൽപ്പെട്ടവരാണ്. ഇവർ തന്നെയാണ് ഇത് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് വിളമ്പുന്നത്. അതെടുത്താണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ മലാപാർവതി പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ലക്ഷ്മിപ്രിയ പൊതുസമൂഹത്തിന് മുമ്പിൽ
പിന്നെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പറഞ്ഞല്ലോ 5 പേരുടെ പിന്നിൽ മത തീവ്രവാദികളുണ്ടെന്ന്. അതും ഗൗരവമായി നമ്മൾ എടുക്കണ്ടേ? പല പല പോക്കറ്റിൽ വിളിച്ച് ഈ കുട്ടി മതപരിവർത്തനം നടത്താൻ നോക്കിയെന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരാൾ ഞാനാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ഞാനത് റെക്കോർഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കൂടെ കോൺ കോളിൽ വേറെ ആരും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇതിന് അവരുടെ സുഹൃത്താണെങ്കിൽ പോലും സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കതിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അദ്ദേഹവും അത് പറയുമെന്ന്. അപ്പോൾ ആ തരത്തിൽ പോക്കറ്റുകൾ ഇങ്ങനെ പറഞ്ഞ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? നാളെ ഇങ്ങനെ ഒരു കഥയുണ്ടായില്ല. ഇതെൻ്റെ ഒരു തോന്നൽ. ഇവർ അധികം ആലോചിക്കുകയാണ്, ഓവർ തിങ്കിങ് ആണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഓവർ തിങ്കിങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കേരള സ്റ്റോറി പോലെ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ മാത്രമാണ് ഞെട്ടാത്തത്, അയ്യേ ഇതെന്തൊരു സിനിമ എന്ന് പറഞ്ഞത്. നോർത്ത് മുഴുവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിനെ ഒരു മത തീവ്രവാദികളുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മുദ്രകുത്താൻ. നാളെ മലപ്പുറത്തിനെ ഒരു കാശ്മീരായി മുദ്രകുത്തി അവിടെ പ്രസിഡന്റ് ഭരണം വന്നാൽ ഇന്ത്യയിലെ മറ്റാരും, ഒരുപക്ഷെ തമിഴ്നാട് നമ്മളും അല്ലാതെ. അപ്പം കേട്ടല്ലോ, ഇത് മത തീവ്രവാദിയാക്കാൻ അൻസിബയെ ശ്രമിച്ചു എന്ന് നമ്മളല്ല പറയുന്നത്. ആ കമ്മിറ്റിയിലുള്ള മാലാ പാർവതിയോടും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി പ്രിയ പറഞ്ഞു എന്ന് മാലാ പാർവതി ഇവിടെ കൃത്യമായിട്ട് അവരുടെ വോയിസിൽ അവരുടെ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ അവര് പറയുന്നുണ്ട്. ഇത് യൂട്യൂബേഴ്സ് കൊണ്ട് വന്നതല്ലല്ലോ, ആണോ? അപ്പം ഇതിനാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതിന് തെളിവാണ് മാലാ പാർവതി. അതുപോലെ ഉഷ ഹസീനയും കുറിച്ചും ഇതുപോലെ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ലക്ഷ്മി പ്രിയ അപ്പൊ എത്ര പേരോട് ഇങ്ങനെ പറഞ്ഞിരിക്കാം? അപ്പൊ ഇതൊക്കെ വെളിയിൽ വരുന്ന തെളിവുകളാണ്. നമ്മൾ ആരും പോയി തെളിവുകൾ ഉണ്ടായിക്കൊണ്ട് വന്നാലേ നിങ്ങൾ ഇതുപോലെ പറയണമെന്ന് പറഞ്ഞ് പറയിക്കുന്നതല്ല. ചാനലുകളിലെല്ലാം ഇതിപ്പോ കിടന്ന് ഓടുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ലക്ഷ്മി പ്രിയ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തവുമായിട്ട് ഇവിടെ മാലാ പാർവതി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു തെളിവല്ലേ? മാലാ പാർവതിയുടെ കൂടെ മറ്റൊരാൾ കൂടി ആ കോൺഫറൻസ് കോളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആ ആള് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുവാണെങ്കിൽ ആ ആളും ഇത് തന്നെ പറയുമെന്നാണ് മാലാ പാർവതി ഇവിടെ പറയുന്നത്. മറ്റാരും ചോദിക്കില്ല. ആ അവസ്ഥയിലേക്കാണ് ഇവർ നെറേറ്റീവ് ഉണ്ടാക്കുന്നത്. 10-15 വർഷത്തിന് ശേഷമുള്ള അജണ്ട ഇപ്പോഴേ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവര്. അതിനെ നമ്മൾ മുൻകൂട്ടി കാണുക തന്നെ വേണം. ഡോട്ട്സ് ഒരുമിച്ചാക്കി വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഈ നെറേറ്റീവുകൾ. ഏത് ഗ്രൂപ്പിലേക്ക് ആര് നുഴഞ്ഞുകയറ്റം നടത്തിയാലും. നോക്കൂ, BJP അയിത്തം കൽപ്പിക്കുകയാണെന്ന് നിങ്ങൾ ഇനി പറയരുത്. കേരള സമൂഹം 3 MLA-മാരെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയിത്തമൊന്നുമില്ല, തീർച്ചയായിട്ടും അയിത്തമില്ല. കേരളം അംഗീകരിച്ച ജനാധിപത്യ മര്യാദയുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ഒരു അജണ്ട നടപ്പിലാക്കാൻ നോക്കില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളുമല്ല. കാരണം ഹിന്ദി സിനിമ തന്നെ നമുക്കെടുക്കാം. ഹിന്ദി സിനിമ നമ്മൾ നോക്കൂ, എന്തുമാത്രം സാഫ്രഡൈസേഷനാണ് വന്നിട്ടുള്ളത്. കാശ്മീരി ഫയൽസ് എന്നൊരു സിനിമ, ആ സിനിമയ്ക്കകത്ത് ഒരു ഒറ്റ കഥാപാത്രം പോലും ഒരു മുസൽമാനെ നീതീകരിച്ചുകൊണ്ടില്ല. അതിന് പിറ്റേ ദിവസം പ്രധാനമന്ത്രി തന്നെ അവരെ അംഗീകരിക്കുകയും അവർക്ക് ടാക്സ് എക്സെപ്ഷൻ കൊടുക്കുകയും ചെയ്തൊരു നാടാണിത്. ആ തരത്തിൽ ഇങ്ങനത്തെ സിനിമകളാണ് നമുക്ക് വേണ്ടതെന്ന് പറയുകയും അങ്ങനെയുള്ള സിനിമകൾ മാത്രം ഉണ്ടാവുകയും എല്ലാ സിനിമയിലും ജയ് ഭഗവാൻ, ജയ് ഹനുമാൻ, ജയ് ദേവി എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ നിർബന്ധമായി ഉൾപ്പെടുത്തുക, ഓറഞ്ച് കളറിലെ കാവിക്കൊടികൾ ഉൾപ്പെടുത്തുക. ആ നെറേറ്റീവ് പോലെ ആയി ആ സിനിമ വ്യവസായത്തിന്റെ, ആ ബോളിവുഡ് എന്ന് പറയുന്ന. ഇപ്പൊ മാലാ പാർവതി പറയുന്നത് എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കടന്നുകയറ്റം ഈ അമ്മയിലേക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതിനുള്ള ചരടുവലികളൊക്കെ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണല്ലോ ഇവിടെ മാലാ പാർവതി പറയുന്നത്. ഇതാരും നമ്മൾ പോയി ഉണ്ടായിക്കൊണ്ട് വന്ന ന്യൂസ് അല്ലല്ലോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്. അതുപോലെ അദാനിയുടെ ഫണ്ട്, ആ അദാനിയുടെ ഫണ്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ശ്വേതാ മേനോൻ പറഞ്ഞത് എന്താണ്? പലരും ഫണ്ട് തരും, അതിൽ അദാനിയോ അംബാനിയോ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിലെന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പം അവിടെ കമ്മീഷൻ വ്യവസ്ഥയിൽ അവിടെ പൈസ അടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും കണക്ക് അവിടെ ശരിയായിരുന്നില്ല എന്നുള്ളതും എല്ലാം നമ്മളെ വ്യക്തമായ കാര്യമാണ്. അതുപോലെയാണ് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഡ്വോ കമ്മിറ്റിയെ കോടതിയാണെങ്കിൽ പറഞ്ഞു അത് നടക്കത്തില്ല, അഡ്വോ കമ്മിറ്റി പിരിച്ചുവിട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അഡ്വോ കമ്മിറ്റിയിൽ നിന്നും നമ്മളുടെ പിഷാരടി രാജിവെച്ചു. പിഷാരടി രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോൻ തന്നെ തുടരും എന്നാണ് പറയുന്നത്. ശ്വേതാ മേനോൻ തുടരുന്നതിനോട് അവിടെയുള്ള പല അംഗങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ കഴിഞ്ഞ ദിവസം തന്നെ പ്രസ് മീറ്റ് വിളിച്ച് അവരുടെ എതിർപ്പ് അവർ പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയ തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുമെന്ന് വരെ അവിടെ പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മൾ ഇതെല്ലാം കേട്ടതാണ്. ഈ ശ്വേതാ മേനോൻ എന്തുകൊണ്ട് തിരിച്ചു വരാൻ
തയ്യാറെടുക്കുന്നു എന്ന് വെച്ചാൽ ശ്വേതാ മേനോൻ പറയുന്നത് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നാണ്. പക്ഷേ അതിനകത്തുള്ള പലരും ഈ പ്രസ് കോൺഫറൻസിലും ഒക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, അവിടെ എന്തോ മറ്റൊരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് പിന്നെയും വരാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവര് ആ പ്രസ് മീറ്റിംഗിൽ തന്നെ പറയുന്നത്. അതുപോലെ അൻസിബ ഹസൻ കൊടുത്തിരുന്ന പരാതി സ്വീകരിക്കാൻ അവിടുത്തെ തൃപ്പൂണിത്തറയിലെ SI പോലും ശ്രമിച്ചില്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരുപാട് നേരം അൻസിബ അവിടെ മൊഴി കൊടുക്കാൻ പോയി നിന്നു, മൊഴി കൊടുക്കാൻ സാധിച്ചില്ല. 1.5 മണിക്കൂറോളം അവിടെ നിർത്തി. അതിനുശേഷം വക്കീൽ ഉൾപ്പെടെ അവർ വന്ന് മീഡിയയുടെ മുന്നിൽ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ മണിക്കൂറുകളോളം ഇവിടെ വന്ന് നിന്നിട്ടാണ് പോകുന്നത്, അവർ ഇതുവരെ ഞങ്ങളുടെ ഈ പറഞ്ഞ അൻസിബയുടെ മൊഴിയെടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല, ഇനി ഞങ്ങൾക്കറിയാം ഈ കേസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതെന്ന രീതിയിൽ അവരവിടുന്ന് പോകുന്നു. പക്ഷേ ഞങ്ങളിവിടെ മൊഴിയെടുക്കാൻ വന്നിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ 5 മണിക്ക് മൊഴിയെടുക്കാം വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്ന് വെയിറ്റ് ചെയ്തത്. അപ്പോൾ 3/4 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. 3/4 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടും അവർ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല. CI വരും, അടുത്ത ആൾ വരും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 മണിക്കാണ് വരാൻ പറഞ്ഞത്. ഞാൻ ഓൾറെഡി രാവിലെ പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തൃപ്പൂണിത്തറ കോടതിയിലേക്കാണ് പോയത്. ഞാൻ ലക്ഷ്മിപ്രിയക്കെതിരെ കൊടുത്ത ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തൃപ്പൂണിത്തറ കോടതിയിൽ പോയിട്ട് അവിടുന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് തിരിച്ചു വന്നത്. വീട്ടിൽ ജസ്റ്റ് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഡ്രസ്സ് മാറിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെയും വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തായി ഇരിക്കുന്നു. അപ്പോൾ ഇതുവരെ SI വന്നിട്ടില്ല. SI ഉണ്ടാവുന്നായിരുന്നു ആദ്യം പറഞ്ഞത്, SI ഇല്ല. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പം വേറൊരു വനിതാ ASI വരുമെന്ന് പറഞ്ഞു. വനിതാ ASIയും വന്നില്ല. അപ്പം ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ SIയെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ SI പറഞ്ഞു ഇല്ല, CI വരും. അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴാണ് ഇനി വരികയെന്ന് ചോദിച്ചു. അപ്പം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരവില്ല. അപ്പോൾ ഇത്രയും നേരം ഇരുന്ന് എനിക്ക് വയ്യായിരിക്കാൻ, ഞാൻ ഒട്ടും ഹെൽത്തി അല്ല. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. കോടതി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നടി ലക്ഷ്മിപ്രിയയ്ക്കും അതുപോലെ തന്നെ SIക്കുമെതിരെ, SI രേഷ്മ എന്ന് പറയുന്ന തൃപ്പൂണിത്തറ SIക്കുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു എന്ന് ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെ ആയിക്കോട്ടെ, വലിയ കോർപ്പറേറ്റുകളുടെ ആയിക്കോട്ടെ, എന്തോ ഒരു കൈ ഉണ്ടെന്നുള്ള കാര്യം സത്യമല്ലേ? കോടതി പറഞ്ഞു കേസെടുക്കണമെന്ന്, പക്ഷെ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലോ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കേസെടുക്കാൻ സ്റ്റേഷനിൽ തയ്യാറായിരുന്നപ്പോഴാണ് അൻസിബ അത് കോടതിയെ സമീപിച്ചത്. കോടതിക്ക് അതെന്തെങ്കിലും ഒരു വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കോടതി പറഞ്ഞത് കേസെടുക്കാൻ തന്നെ പറഞ്ഞത്, ഈ പറഞ്ഞ SIക്കെതിരെ വരെ കേസെടുക്കാൻ പറഞ്ഞത്. അപ്പം പരാതിയിൽ കഴമ്പുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി കാണും. ഇല്ലാതെ കോടതി എന്തായാലും ഒരു ഉത്തരവിടത്തില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുടെയൊക്കെയോ വലിയ കൈകടത്തലുകൾ ഈ അമ്മ എന്ന സംഘടനയിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പകൽ പോലെ സത്യമാണ്. നടി ലക്ഷ്മിപ്രിയക്കെതിരെ അൻസി ഹസൻ ഒരു പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തപ്പോൾ FIR ഇടാൻ പോലീസ് തയ്യാറായില്ല. പോലീസ് മറ്റൊരു റിപ്പോർട്ടാണ് കൊടുത്തത്, SPക്ക് കൊടുത്തത്. എന്നാൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കോടതിയുടെ നിർദ്ദേശം. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. ലക്ഷ്മിപ്രിയ, ഭർത്താവ്, ഹിൽ പാലസ് വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് പരാതി. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് നേരത്തെ തന്നെ അൻസിബ ഹസൻ പറഞ്ഞിരുന്നതാണ്. അത് ആ അർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പോലീസ് പഠിച്ച് FIR ഇടാൻ, അല്ലേ? ഡോക്ടർ എൻകുമാർ, ഒടുവിൽ അൻസിബയുടെ രണ്ടാമത്തെ പരാതിയിലും കോടതിയും അനുകൂല തീരുമാനമെടുക്കുകയാണ്. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയാണ് FIR രജിസ്റ്റർ ചെയ്ത്, അതായത് കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ അൻസിബ, ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, അതുകൂടാതെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതിയുമേൽ പ്രാഥമിക അന്വേഷണം നടത്തിയത് തൃക്കാക്കര ACP ആണ്. പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത്. പിന്നാലെയാണ് ഈ കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകണം, കേസെടുത്ത് അന്വേഷണം നടത്താൻ എന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. പരാതി മുൻപ് പോലീസിൽ നൽകിയത് 1 മാസം മുൻപാണ്. അതിനുശേഷമായിരുന്നു നിയമപോരാട്ടം. ഒടുവിൽ കോടതി നിർദ്ദേശിക്കുകയാണ് ഈ 3 പേർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നത്. അൻസിബയുടെ പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണം, അവിടെ വനിതാ സെല്ലിൽ തന്നെ ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയം നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ചു, മാനസികമായി ബുദ്ധിമുട്ടിച്ചു, അതുകൂടാതെ താൻ എഴുതി നൽകിയ രേഖയിൽ തിരുത്തൽ വരുത്തി എന്നീ ഗുരുതര ആരോപണങ്ങളാണ്. അതായത് ഈ വനിതാ സെല്ലിലെ SIയുമായി ചേർന്നാണ് ലക്ഷ്മിപ്രിയയും ഭർത്താവ് ജയേഷും ചേർന്ന് ഈ കാര്യങ്ങൾ നടത്തിയത് എന്നതായിരുന്നു ആരോപണം. ആ ആരോപണത്തിന്മേലാണ് ഏതായാലും ഇനിയിപ്പോൾ കോടതിയുടെ നിർദ്ദേശം വന്നു. ഇതിന്മേൽ ഇനിയിപ്പോൾ ഹിൽ പാലസ് SHOയ്ക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹിൽ പാലസ് SHO നിലവിൽ BNS 173 ആണ്. അതായത് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന പ്രാഥമിക വകുപ്പ് മാത്രമാണ്. മറ്റെന്തൊക്കെ വകുപ്പുകൾ ഉണ്ട് എന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നാണ് നിർദ്ദേശം. അപ്പൊ ഈ ന്യൂസും വെളിയിൽ വന്നത് ആദ്യം മീഡിയ വഴിയാണ് എല്ലാവരും അറിയുന്നത്, യൂട്യൂബേഴ്സ് വഴിയൊന്നുമല്ല എല്ലാവരും വെളിയിൽ അറിഞ്ഞത്. അതും ചാനലുകളിലെല്ലാം വന്ന ന്യൂസാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. എന്താണെന്ന് വെച്ചാൽ SIക്കെതിരെയും ഇത് പറഞ്ഞ ലക്ഷ്മിപ്രിയക്കെതിരെയും എല്ലാം കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന്
കോടതി നിർദ്ദേശിച്ചു എന്നുള്ളത്. അതിനു മുമ്പ് ആദ്യത്തെ ഒരു കേസുണ്ടായിരുന്നു, അത് ടിനി ടോമിനെതിരെ. അതും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിനു വേണ്ടിയും കോടതി പറഞ്ഞത് കേസ് എടുക്കണം, FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് അമ്മയെ കൊണ്ടുവത്തിച്ചത് അമ്മയിലുള്ള അംഗങ്ങൾ തന്നെയാണ്. അൻസിബയ്ക്ക് അമ്മയുടെ അകത്ത് കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് അവിടെ ന്യായം ലഭിക്കാത്തത് കൊണ്ട് അൻസിബ എന്ത് ചെയ്തു? അത് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞു, അൻസിബയും അൻസിബയുടെ കൂടെ ഉള്ളവരും. അതിനുശേഷം അവർ എന്നാൽ സ്റ്റേഷൻ വഴി പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തു നോക്കിയപ്പോൾ അവിടെ അത് സ്വീകരിക്കപ്പെടുന്നില്ല. അവിടെയും നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി അൻസിബ എന്ത് ചെയ്തു? നേരെ കോടതിയിലേക്ക് പോയി. കോടതി പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം ഈ ന്യൂസുകളെല്ലാം ഇതെല്ലാം കൊണ്ടുവന്നത് ആരാണ്? ഈ അമ്മ സംഘടനയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മ സംഘടനയിൽ ഉള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴിപ്പലക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂസുകളൊക്കെ വെളിയിൽ വരുന്നത്. അല്ലാതെ ഈ യൂട്യൂബേഴ്സ് ഒന്നും പോയി തപ്പിയെടുത്തുകൊണ്ട് വരുന്ന ന്യൂസ് അല്ല ഇത്. ഈ റിപ്പോർട്ടർ ചാനലാണ് ഈ ന്യൂസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ന്യൂസിനെയാണ് നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അതല്ല, എന്തെങ്കിലും എടുത്ത് അങ്ങ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നവർക്കെതിരെയാണ് കൂടുതൽ പരാതി. എന്ന് വെച്ചാല് യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വരുന്ന ന്യൂസുകളൊക്കെ ആണല്ലോ എടുത്ത് റിയാക്ട് ചെയ്ത്. ഇപ്പൊ ഈ അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കാണെങ്കിലും നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങളുണ്ട് പറയാൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാൻ യോഗ്യത എന്ന് ചോദിച്ചാൽ നമ്മളും കാശ് കൊടുത്ത് സിനിമ കാണുന്നവരാ. ഇവരൊക്കെ അഭിനയിച്ച സിനിമകൾ നമ്മളും ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയിരുന്ന് സിനിമ കാണുന്നവരാണ്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് നമ്മൾ പറയുന്നു. അല്ലാതെ നമ്മൾ ആരും ഒരു ദിവസം സുപ്രഭാതത്തില് യൂട്യൂബേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ന്യൂസ് ഉണ്ടാക്കി കൊണ്ട് വന്നതൊന്നുമല്ല ഇത്. ഈ അമ്മ സംഘടനയിലെ ഒരു വിഭാഗം എന്താന്ന് വെച്ചാൽ അവർക്ക് യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ നേരെ ചൊവ്വേ റിയാക്ട് ചെയ്യുന്നവർ, ഇതിനെ സത്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ ന്യൂസിൽ എന്താണ് കഴമ്പുള്ളത് എന്ന് മനസ്സിലാക്കി റിയാക്ട് ചെയ്യുന്നവർ ഒരിക്കലും അവരുടെ പിടിയിൽ വീഴുന്നില്ല. കാരണം അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അവരവരെ താങ്ങാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ അടപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ജിഹാദി എന്ന് വിളിച്ചു ലക്ഷ്മപ്രിയ. പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ ട്രോൾ ചെയ്തതാണ്. ജിഹാദി എന്ന് വിളിച്ചിട്ടാണോ ഒരാളെ ട്രോളുന്നത്? ഒരു കാര്യം പറയുമ്പോൾ പണം വെട്ടിക്കരുതെന്ന് പറയുമ്പോൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത പണമേ ചെലവാക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ, തൂർത്തു നടത്തരുതെന്ന് പറയുമ്പോൾ, ഈ പണം ഇതിനുള്ളതല്ല എന്ന് പറയുമ്പോൾ, വ്യക്തിപരമായി ഇരുന്ന് ഇതുപോലത്തെ അശ്ലീലം പറഞ്ഞ് എന്നെ മുഴുവൻ സമയം നോക്കിയും അത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന കുറെ പേരെയുമാണ് ഞാൻ അവിടെ കണ്ടത്. ചേച്ചി, ഇതാണ് ഞാൻ അനുഭവിച്ചത് എന്ന് പറയുക. ഇല്ല, ഞാൻ ഇത് കമ്മിറ്റിയിൽ ശ്വേത ചേച്ചിയാണ് ആദ്യം കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞത് 1 കോടി എന്നായിരുന്നു. അത് എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി മാറി. 25 ലക്ഷം എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തു. നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല ഈ കാര്യം. അമ്മയിൽ 32 വർഷമായിട്ട് ഒരു മതസ്ഥാപനങ്ങളും കടന്നുകൂടിയിട്ടില്ല, ഒരു മതചിഹ്നങ്ങളും കടന്നുകൂടിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ഒരു ടെമ്പിൾ കൊണ്ടുവരികയാണെങ്കിൽ നാളെ ഒരു മോസ്ക് വരും, പിന്നീട് ഒരു ചേർച്ച് വരും, അങ്ങനെ മതസ്ഥാപനങ്ങൾ വരും, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വരും. അത് വരാൻ പാടില്ല. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥാപനമാണ് അമ്മ. അമ്മയിൽ അങ്ങനെ കൊണ്ടുവരരുതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെന്ന് പറഞ്ഞോ അന്ന്. ഇതിനകത്ത് മറ്റൊരു ആരോപണം കേട്ട് കാണും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അമ്പലത്തിന്റെ പേരിൽ അവര് 1 കോടി രൂപ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ 75 ലക്ഷം ആയിട്ടുണ്ട്. അപ്പോഴും ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത് നമ്മളല്ല, ഈ പറയുന്ന അൻസിബ അവിടെ ചോദിക്കുന്നുണ്ട്. അൻസിബ ചോദിക്കുന്നു, ബാക്കി 1 കോടി എന്നാണ് ഞങ്ങളോട് കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞത്, ഇപ്പൊ വന്നപ്പോൾ 75 ബാക്കി 25 എവിടെ എന്ന്. അപ്പൊ നമുക്ക് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ശ്വേതയും പിഷാരടിയും കൂടെ സംസാരിക്കുന്ന ഒരു വോയിസ് പുറത്തു വന്നിരുന്നു. ആ വോയിസിനകത്ത് പിഷാരടി തന്നെ പറയുന്നുണ്ട്, അവിടെയാണെങ്കിൽ കമ്മീഷൻ വാങ്ങിക്കുന്നവരുണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. കമ്മീഷൻ വാങ്ങിക്കുന്നവർ കമ്മീഷൻ വാങ്ങിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പലരും പറഞ്ഞിരുന്നു അവിടെ കമ്മീഷൻ വ്യവസ്ഥയിലാണ് അവിടുത്തെ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്യപ്പെടുന്നതെന്ന്. അപ്പോൾ അത് അതിനെപ്പറ്റി നമുക്ക് പറയാൻ പാടില്ലേ? എന്ന് വെച്ചാൽ 1 കോടി രൂപ അവിടെ വരുമെന്ന് പറയുന്നു, ലാസ്റ്റ് വന്നപ്പോൾ 75 ലക്ഷമായി, ബാക്കി 25 ലക്ഷം എവിടെ? അപ്പൊ അത് കമ്മീഷൻ വ്യവസ്ഥയിൽ പോയതാണോ? ഇപ്പൊ നമ്മൾ പോയി എന്നല്ല പറയുന്നത്, കമ്മീഷൻ വ്യവസ്ഥയിൽ പോയതാണോ എന്ന് നമ്മൾ സംശയിക്കുന്നത് കൊണ്ട് അതിൽ കഴമ്പില്ലേ എന്നാണ് ചോദ്യം. അതിനുള്ള തെളിവുകളുണ്ടല്ലോ. ആ വോയിസിൽ തന്നെ പറയുന്നുണ്ട്, കമ്മീഷൻ വാങ്ങിക്കുന്നവർ വാങ്ങിക്കും എന്നുള്ള രീതിയിൽ, കഴിവുള്ളവൻ കമ്മീഷൻ വാങ്ങിക്കുമെന്നുള്ള രീതിയിലാണ് ആ വോയിസിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കതിൽ സംശയിച്ചുകൂടെ? അപ്പൊ ഇതിങ്ങനെ സംശയങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് യൂട്യൂബേഴ്സ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞങ്ങൾ ആരും അത് ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അമ്മയിലുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമ്മ സംഘടനയിലെ കുറച്ച് ആൾക്കാർ യൂട്യൂബേഴ്സിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതെന്തായാലും ഇനി പോകെ നമുക്കറിയാം ഇനി അതിന്റെ പുറകിൽ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. എന്തായാലും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇന്ത്യ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ നമ്മളുടെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ വരുന്ന ന്യൂസുകളിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ന്യൂസ്, അല്ലെങ്കിൽ ഒരാളെ പറ്റി നമ്മൾ അനാവശ്യമായി ആവശ്യമില്ലാത്ത കാര്യങ്ങളാ പറഞ്ഞെങ്കിൽ ഓക്കെ, അവര് പറയുന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മൾ പോയി ഇപ്പൊ അവരുടെ വീട്ടിനകത്തുള്ളവരെയോ
അല്ലെങ്കിൽ മറ്റുള്ള ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും എടുത്ത് അവർ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് നമ്മൾ ആരും പരസ്യമാക്കുന്നില്ല. അങ്ങനെ പരസ്യമാക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ വരുന്ന ന്യൂസുകളാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഈ റിയാക്ട് ചെയ്യുന്നവരുടെ തോളത്തോട്ട് അവരുടെ വായടപ്പിക്കാനുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇവിടെ പറയുന്നത്. എന്തായാലും അമ്മയിലെ ചക്രത്തി പോലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്വേതാ മേനോൻ എന്തായാലും രാജി സമർപ്പിച്ചിട്ടില്ല. രാജി സമർപ്പിക്കാത്തത് കൊണ്ട് ശ്വേതാ മേനോന് അവിടെ തുടരാം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ കോടതിയുടെ ഉത്തരവും അങ്ങനെയാണല്ലോ. അപ്പം ലക്ഷ്മിപ്രിയ പക്ഷേ അവിടെ രാജി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ശ്വേതാ മേനോൻ തന്നെ നേരത്തെ ഒരു വോയിസിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ലക്ഷ്മിപ്രിയ വരുന്നതിനോട് അവിടെയുള്ള സ്ത്രീകളിലെ ഒരു 80% സ്ത്രീകൾക്കും എതിർപ്പ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലക്ഷ്മിപ്രിയ അങ്ങനെ തിരികെ വരികയാണെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ ഇവരുടെ സംഘടന തന്നെ ഉള്ളവർ തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ എന്തായാലും ഒരു കുഴഞ്ഞ അവിയൽ പരുവത്തിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും ഇവർക്ക് തടി ഊരണമെങ്കിൽ വല്ല യൂട്യൂബേഴ്സിനെ തലയിൽ വെച്ച് ഇത് കെട്ടണം എന്നുള്ളതാണ്. പക്ഷെ ഇത് യൂട്യൂബേഴ്സ് അല്ലല്ലോ, മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഈ യൂട്യൂബേഴ്സും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനി അവരുടെ തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.